നമസ്കാരം. കാർ ഇൻഫോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം പുതുതായിട്ട് ഇറങ്ങിയ സ്വിഫ്റ്റ് ഡിസയറിന്റെ ക്രാഷ് ടെസ്റ്റ് 5 സ്റ്റാർ ലഭിച്ചപ്പോൾ അത് ഭയങ്കര ഒരു ന്യൂസ് ആയിരുന്നു. നല്ല കാര്യം തന്നെയാണ്, ന്യൂസായിട്ട് വരികയും വേണം. കാരണം മാരുതിക്ക് പൊതുവെ പപ്പടം വാഹനങ്ങളാണ് എന്നൊരു പരാതിയുണ്ട്. പക്ഷെ സ്ഥിരമായി 5 സ്റ്റാർ ലഭിച്ചുകൊണ്ടിരുന്ന വാഹനങ്ങൾക്കും ഇതുപോലെ പിന്നീടും അടുത്ത മോഡൽ ഇറങ്ങുമ്പോൾ 5 സ്റ്റാർ ലഭിച്ചാൽ, ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചാൽ അതും ന്യൂസാക്കേണ്ടതാണ്. കാരണം അതും ആഘോഷിക്കപ്പെടണം. പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ കമ്പനി ആകുമ്പോൾ. മഹീന്ദ്രയുടെ പുതിയ 3 വാഹനങ്ങൾക്കാണ് BNCAP, അതായത് ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചത്. അത് ഏറ്റവും പുതിയ താർ റോക്സിന് തന്നെയാണ്. താർ റോക്സ് ഉൾപ്പെടെ 3 വാഹനങ്ങളാണ് കഴിഞ്ഞ ആഴ്ച BNCAPൽ ടെസ്റ്റ് ചെയ്തത്. 400 EVയും XUV 3XO ആണ് ഈ വാഹനങ്ങൾ. അപ്പോൾ മഹീന്ദ്രയുടെ 3 വാഹനങ്ങൾക്കാണ് 5 സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി എല്ലാവരും ചർച്ച ചെയ്യണം. കാരണം ഇന്ത്യൻ വാഹനങ്ങൾ, പ്രത്യേകിച്ച് മഹീന്ദ്രയും ടാറ്റയും തുടർച്ചയായി അവയുടെ ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ തന്നെ നിലനിർത്തുന്നു. അപ്പോൾ ഇന്ത്യൻ നിർമ്മിത വാഹനങ്ങൾക്ക് കൂടുതൽ സേഫ്റ്റിയോടുകൂടി തന്നെയാണ് അവ നിരത്തിലേക്ക് ഇറങ്ങുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ജിംനി, അതൊരു എന്താ പറയാ, ശരിക്കും ഒരു ഫെയിൽഡ് ആയിട്ടാണ് കാണുന്നത്. മാരുതി ആ വാഹനം നിർത്തി എന്ന് പോലും പറയുന്നുണ്ട്. ഒഫീഷ്യൽ നിർത്തിയില്ലെങ്കിലും ഇപ്പോൾ സെയില് കുറയുന്നു, അതിന്റെ എന്താ പറയാ ബുക്കിംഗ് കാര്യങ്ങൾ എടുക്കുന്നില്ല. അപ്പോൾ അതുപോലത്തെ തന്നെ, അല്ലെങ്കിൽ മാരുതിയുടെ ആയിട്ട് ജിംനിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും മറ്റൊരു ഓഫ് റോഡ് വാഹനമാണ് താർ റോക്സ്. 5 ഡോർ വന്നപ്പോൾ അതൊരു ഫാമിലി വെഹിക്കിൾ ആയിട്ടും ഓഫ് റോഡ് ആയിട്ടും ഉപയോഗിക്കുന്ന ഒരു വാഹനത്തിന് കുട്ടികൾക്കും മുതിർന്നവർക്കും 5 സ്റ്റാർ റേറ്റിംഗ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് ഈ ഒരു വാഹനത്തിന് മാത്രമല്ല, മഹീന്ദ്രയുടെ 3 വാഹനങ്ങൾക്കും റേറ്റിംഗിൽ 5 സ്റ്റാറും കുട്ടികൾക്കും മുതിർന്നവർക്കും തന്നെ ലഭിച്ചിരിക്കുന്നു. കാരണം സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒട്ടും പുറകോട്ടല്ല മഹീന്ദ്രയും. ടാറ്റ പോലെ തന്നെയാണ് ഇപ്പം മഹീന്ദ്രയുടെ വാഹനങ്ങളും കിടിലൻ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കാര്യം കൂടി നല്ല രീതിയിൽ ചർച്ച ചെയ്യുകയും അത് ലോകത്തിന് മുന്നിലേക്ക് എത്തിക്കുകയും വേണം. കാരണം അത് ഇന്ത്യൻ നിർമ്മിത വാഹനങ്ങളാണ്. ഓക്കെ, താങ്ക്